അയ്യോ അയ്യോ അയ്യേ ചിരിച്ച് 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 ഞാൻ ചാവ്. ഇത് എവിടെ കൊണ്ട് ഞാൻ ചിരിച്ച് തീർക്കുവാന്നോ. ബിഗ്ഗസ്റ്റ് റൈവൽറി. അയ്യോ അയ്യോ ആരും ഇല്ല ഇതെന്ന് പറഞ്ഞ് ചിരിക്കും. എത്ര അടുത്തോടെ 61 റൺസിന്. അയ്യോ നമ്മളെ ഞാനൊരു കാര്യം പറയട്ടാ, ഇത് ലൈവ് അല്ലായിരുന്നെങ്കിൽ, ഈ കളി ലൈവ് അല്ലായിരുന്നെങ്കിൽ യുവമാര് പറഞ്ഞ ഇന്ത്യ തോറ്റെന്ന് പറഞ്ഞിട്ട്, ഇന്ത്യ തോറ്റ് നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ യുവമാരവിടെ ബഹള വേണ്ട ബഹളായിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിൽ ലൈവായി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കൊട്ട് പാകിസ്ഥാന് പൊടയാ നിനക്കൊക്കെ. നാണം കേട്ടടാ, ഇങ്ങനെ നാണം കേട്ടത് കണ്ടില്ലേടാ. റിങ്കു സിംഗിനെ കൊണ്ട് എറിയിപ്പിച്ചടാ, റിങ്കു സിംഗിനെ കൊണ്ട് മനപ്പൂർവ്വം എറിയിപ്പിച്ചതാണ്. പറ്റെങ്കിൽ അവനെ അടിയിടാന്ന് പറഞ്ഞത്, പറ്റെങ്കിൽ നീ റിങ്കു സിംഗിനെ അടിയിടാന്ന് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈവന്മാരി, ഈ പാക്ക് നാറികൾ, ഈ പാകിസ്ഥാൻ യവന്മാരും സോഷ്യൽ മീഡിയ കിടന്ന് കളിച്ച കളിയാണോ. എന്തെല്ലാം അഹങ്കാരമായിരുന്നു. ഒരു സായിപ്പ് ഒരു ബ്രാൻഡ് അവിടെ ഒരു പ്രഡിക്ഷൻ ഇട്ടായിരുന്നു, ഇന്ത്യ തോക്കും, മറ്റേ വെസ്റ്റ് ഇൻഡീസ് തോക്കും, പിന്നീട് ഓസ്ട്രേലിയ തോക്കും. ഓസ്ട്രേലിയ ഒരു കളി ജയിച്ച്. അതിനുശേഷം എന്തൊക്കെയായിരുന്നു തിളപ്പ്. കുറെ പെണ്ണുങ്ങളുണ്ട് അവിടെ. ആ ഇന്ത്യ നമ്മൾ ഇന്ന് വെട്ടി 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 കൊല്ലും. ഒരുത്തനോട് കേട്ടോ, ഒരുത്തൻ പാകിസ്ഥാന്റെ ഒരു റിവ്യൂവർ എന്തെങ്കിലും തേങ്ങയാണ് അവൻ. അപ്പൊ പറഞ്ഞില്ലേ, ഇനി എല്ലാ കളിയും തോറ്റാലും കുഴപ്പമില്ല, ഇന്ത്യയിലെടുത്ത് ജയിക്കണം, ഇന്ത്യയുടെ കണ്ണുനീര് കാണണം, ഇന്ത്യ തോറ്റുകൊണ്ട് പോകുന്നത് കാണണം. ഇത് ലൈവ്, കള്ളം പറഞ്ഞ് ജയിക്കാൻ പറ്റുന്ന ഇത് ലൈവ്. നാണക്കേട്. പങ്കം തന്നെ 8-1 ബിഗ്ഗസ്റ്റ് റൈവൽറി. അയ്യോ അയ്യോ പാകിസ്ഥാന്റെ കേസ്. എടാ US നിങ്ങളെ കണ്ടി കൊള്ളാം, സത്യം പറയണ്ട. US നിങ്ങളെ കണ്ട് സൂപ്പർ ടീമാണ്. ഉസ്മാൻ താരിഖ് അതിനായിട്ട് പേരത്തിന് ഇതിനായി അവനൊരു ബോൾ റേസ് അറിഞ്ഞൂടെ, ഞാൻ ഇന്നാണോ ബാറ്റ് പിടിക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു അങ്ങനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ ചിരിച്ചാലും എത്രയൊക്കെ അർമാദിച്ചാലും നമ്മൾ വർഷങ്ങളായിട്ട് കാത്തു നിന്ന കളിയാണ് കേട്ടോ. എന്തൊക്കെയായിരുന്നു. നമ്മൾ കളിക്കില്ല, നമ്മൾ ഇന്ത്യ കളിക്കില്ല. ഓ ശരി, ശ്രീലങ്ക കൊടുത്തു, ശരി ശ്രീലങ്ക. ബംഗ്ലാദേശിനെ കളിപ്പിക്കുന്നതിലും നമ്മൾ കളിക്കില്ല. അവസാനം കുറെ എനിക്ക് അത് തരുമോ, എനിക്ക് 10 തരുമോ, കൈ നീട്ടി ഇന്നത് തന്നാ ഞാൻ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവസാനം കളിക്കാൻ വന്നു. ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞില്ല, ഇമാതിരി മാറാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞില്ല. പലയും കളിക്കും, അല്ലെ വേണ്ടായിരുന്നു. കളിക്കാതിരുന്നെങ്കിൽ ഈ മാനവെങ്കിലും കിട്ടുമല്ലേ. എല്ലാം പോയടി ചാന്തേ, തൂറിപ്പോയടി ആ ചാന്തേ, തോറ്റ് തൊപ്പിയിട്ട് പോയടി ചാന്തേ. പാകിസ്ഥാൻ നാളെ ഉണ്ടാടാ. ഇനിയെങ്കിൽ സത്യം പറഞ്ഞ യുവമാരെ ഇനി അതിനകത്ത് കയറ്റൂല. ഈ പാകിസ്ഥാൻകാരൻ വരെ പാകിസ്ഥാനിൽ ഇറങ്ങി നമ്മൾ കാല് വെട്ടും. ഇപ്പൊ തന്നെ അവിടെ TV ഒക്കെ അടിച്ച് പൊളിച്ചെന്ന് അറിവ്, TV മുഖ്യ പാകിസ്ഥാൻ കത്തിക്കും. കാരണം ഈ പ്രാവശ്യം എങ്കിലും ജയിച്ചേ പറ്റുള്ള ലവയില്ലാതെ പോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനോടാണ് കളി കണ്ടത്. ഈ നാറികള് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അമ്മമാരെ കണ്ണെടുത്താ കണ്ടുകൂടാ, മനസ്സിലായോ. കെടുത്ത കള്ളമല്ലാതെ പറയില്ല, നമ്മളെ രണാസുനിയെ പോലെ കെടുത്ത കള്ളമല്ലാതെ പറയില്ല. ഇത് ലൈവ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. സമാധാനമായിട്ടെ, ഇന്നത്തിന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ശരി, ടോസ് ആർക്ക് കിട്ടി? ടോസ് പാകിസ്ഥാന് കിട്ടി. 3 കളിയാണ് ടോസ് അമർക്കാണ് കിട്ടുന്നത്. എന്നിട്ട് ഇന്ത്യക്ക് ബാറ്റിംഗ് കൊടുക്കുന്നു. സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ് ഞാൻ ബാറ്റിംഗ് തന്നെ എടുക്കുമായിരുന്നു. ശരി, ഇവർ എന്തിന് ഈ ബാറ്റിംഗ് ബൗളിംഗ് എടുക്കുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. 5, 6, 7, 8 സ്പിന്നറേനെ കൊണ്ടുവന്നത് കേട്ടോ. അതേക്കുറിച്ച് സംസാരിക്കാം. ഇഷാൻ കിഷനും
നമ്മുടെ അഭിഷേക് ശർമ്മ ഇറങ്ങി. അഭിഷേക് ശർമ്മ വീണ്ടും ഡക്ക്. 3 കളി, 1 കളി കളിച്ചില്ല, 2 കളി ഉണ്ടായിരുന്നു, 2 കളിയും ഡക്കാണ്. ഈ സ്ഥാനത്ത് സഞ്ജു സാംസണാണ് ഇവിടെ എല്ലാരും കൂടി കത്തിച്ചേനെ. പിന്നെ ബോട്ട് കളി ഉണ്ടല്ലോ, എന്റെ അമ്മനെ കിഷണ്ണ, നമിച്ചെണ്ണ, എന്റെ അമ്മു കിഷ, നീ മുത്തറടാ, മുത്ത്, നീ വെറും മുത്തല്ല, നീ എന്തിനാ, നീ വൈര്യമാണ്, വൈര്യം. സത്യം പറയാം, ഈ 2 ടീമിലും ഏറ്റവും വലിയ വ്യത്യാസം ഞാൻ പറയാം ഇഷാൻ കിഷൻ എന്ന് പറയും. ഇഷാൻ കിഷൻ ഇന്ന് അടിച്ചാടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അമ്മേണ ചക്കക്കുരു പോലെ ഉള്ളെങ്കിലും അടി അവന്റെ അണ്ണാക്കിട്ടാണ് കൊടുത്തത്. നെഞ്ചത്ത് കൊണ്ട എന്ന് പറഞ്ഞാൽ അടിച്ച് ഓട്ടിച്ചത്, മനസ്സിലായോ? അപ്പോ ഇഷാൻ കിഷൻ 10 4കളും 3 6 അടിച്ചത്, വെറും 40 ബോൾ 77. അതായത് ഞാൻ നോക്കിയപ്പോഴേ 100 റൺസ് ഒക്കെ ആയപ്പോ 88 റൺസ് ആയിട്ട് ഇവന്റെ 70, ബാക്കി 10 റൺസ് 15 റൺസ് ബാക്കി എല്ലാവരും അടിച്ചിരിക്കുന്നത്. ഇഷാൻ കിഷൻ കളി കൊണ്ടുവന്നത് ഞാൻ പറയും ഇഷാൻ കിഷനാണ് കളി കൊണ്ടുവന്നത്, മനസ്സിലായി? വേറെ ആരുമല്ല, ഇഷാൻ കിഷനാണ് കളി കൊണ്ടുവന്നത്. ആ സൂപ്പർ കളിയായിരുന്നു. ഞാൻ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കിഷനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. ആ പിന്നെ യവനല്ലേ അവന്റെ അഫ്രീദിന ഒരു അടി അടിച്ചാൽ ചെപ്പടിയാ 6 ഫസ്റ്റ് ബോള്. നീ മുത്താണ്ട, നീ മുത്ത്, നീ ചക്കര വാവ, നിന്റെ ദേവതാരയുടെ കഴിക്കുന്ന പറ്റും. അപ്പോ അഭിഷേക് ശർമ്മ വീണ്ടും ഫ്ലോപ്പായി. തിലക് വർമ്മ എനിക്ക് മനസ്സിലാവില്ല, 2 കളി കൊണ്ട് തിലക് വർമ്മ ഐ ഡോണ്ട് നോ. 2 കളി കൊണ്ട് തിലക് വർമ്മ വളരെ മോശമാണെന്ന് പറയേണ്ടി വരും. ചെയ്സ് ആണെങ്കിൽ നമ്മൾ ചേസിങ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് നമുക്ക് നോക്കി ഇതുപോലെയൊക്കെ വേണമെങ്കിൽ കളിക്കാം. പക്ഷേ ഈ പറയുന്ന ഇഷാൻ കിഷൻ അവിടെ കിടന്ന അടിയോണ്ടടി, ഇവന് എന്തോ 24 ബോളിൽ പോലും 25 റൺസാണ് അടിച്ചത് എന്നുള്ളതാണ്. എണ്ണ ബോളിൽ T20 ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ലടേ. ഇഷാൻ കിഷൻ അടിച്ചോ? അവൻ ഈ ഇതേ ഗ്രൗണ്ടിൽ തന്നെ അടിച്ചത്, നീ നിൽക്കുമ്പോൾ തന്നെ അടിച്ചത്. അപ്പൊ നിനക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളതേ എനിക്കത് പറയാനുള്ളൂ. സൂര്യകുമാർ യാദവ് 29 ബോളിൽ 32 റൺസാണ് സൂര്യകുമാർ, അതും വളരെ മോശം. പക്ഷെ ആ സമയത്ത് അവൻ എന്ത് ചെയ്തു, പിന്നീട് സിംഗിൾ എടുത്ത് കളിച്ചു. ഈ പറയുന്ന ഗംഭീർ എന്ന് പറഞ്ഞേ തിലക് നീ എന്തിനാണ് കൊണ്ടുവന്ന അടിയിടാ, ഫസ്റ്റ് ബോൾ അടിച്ച് കയറി പോവുകയും ചെയ്തു. അപ്പോ കുൻപു പാണ്ഡ്യ ഫസ്റ്റ് ബോൾ അടിച്ചു, കിട്ടിയ വലിയ ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞല്ല. കുൻപു പാണ്ഡ്യ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഒന്നേ അടിക്കല്ലേ പോണം. ഫസ്റ്റ് ബോൾ അടിച്ച് കൈ വെച്ചു കൊടുത്ത് പോയി. ദൂബെ നല്ലോണം കളിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. 17 ബോൾ 27 റൺസ്. നമ്മൾ ഫസ്റ്റത്തെ 1-2 ബോൾ എനിക്ക് പേടിയാണ്. ഈ ദൂബ വന്നിറങ്ങി ഫസ്റ്റ് അല്ലെങ്കിൽ 2ാമത്തെ ബോൾ ഭയങ്കര പേടിയാണ്. കാരണം അവന്റെ ബാറ്റ് വയ്ക്കുന്ന അങ്ങനെയാണ്. 2-3 റൺസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിക്കും. പക്ഷെ ആദ്യത്തെ 1-2 ബോൾ ഭയങ്കര പ്രശ്നം. ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു. റിങ്കു സിംഗും ലാസ്റ്റ് വന്ന ആ ഒരു 6ഉം ഒരു 4ഉം അടിച്ച്. കാരണം അത് വളരെ നിർണായകമായിരുന്നു ആ ഘട്ടത്തിൽ, മനസ്സിലായോ? 175 റൺസ് ഈ ഒരു പിച്ചിൽ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ സ്കോർ തന്നെയായിരുന്നു പട്ടേൽ ഫസ്റ്റ്. അപ്പൊ അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 175 റൺസ് അടിച്ചു. പാകിസ്ഥാൻ ബാറ്റിങ്ങിന് ഇറങ്ങി. ബുംറയെ ഒരു 6 അടിച്ചൊന്നും പറഞ്ഞ 4 ഡോക്യുമെന്ററി ഇറക്കിയവനാണ്. അപ്പാടെ ബുംറയെ പറ്റില്ല, നീ വന്നിട്ട് നിന്നെ എറിഞ്ഞ ഇട്ടാനാട്ടോ, എന്റെ കാലിൽ എറിഞ്ഞിട്ടാനോ, അത്രയ്ക്ക് വ്യാപട്ടായിരുന്നു. അത് ആരാണ്? നമ്മുടെ കുൻഫു പാണ്ഡ്യനെ കൊണ്ട് ഡക്കായിപ്പോയി. ഫർഹാൻ, സാം അയ്യൂബ് ഈ പറച്ചിൽ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ വിറയ്ക്കും. സാം അയ്യൂബ് ഫസ്റ്റ് ഒരു പോലെ എടിയടിച്ച് പോയി, അടുത്തത് യോർക്ക് കൊണ്ട് തള്ളി കയറ്റി കൊടുത്താല് ബുംറ എന്നാ പിടിച്ചോന്ന് പറഞ്ഞോണ്ട് പ്ലംബ് 11 അങ്ങനെയും പോയി. 2 വിക്കറ്റായ അടുത്ത ക്യാപ്റ്റൻ हमारा സൽമാൻ അലി ആഗ ഓകയായിപ്പോയി, വെറും 4 റൺസ്. അത് ബുംറയുടെ ഓരോ ഓവറിൽ 2 വിക്കറ്റ്, അപ്പൊ തന്നെ തീർന്നു. പിന്നെ കിങ് വന്നു, അമ്മയുടെ കിങ് ബാബർ ആസ്മർ. ബാബർ പട്ടേൽ ബൗൾഡാക്കി വിട്ട്, പാവം കുഞ്ഞു പാവ. അപ്പൊ തന്നെ ഏമാര് തീർന്നു. ആകെ കൂടി അവന്മാര് കളിച്ചത് പിന്നീട് മറ്റേ ഉസ്മാൻ ഖാൻ 34 ബോളിൽ 44 റൺസ് അടിച്ചു. ഇതാണ് അവർക്ക് ഇത്തിരിയെങ്കിലും പറയാൻ വേണ്ടിയിട്ടില്ലത്, വേറെ ഒരു തേങ്ങയില്ല, മനസ്സിലായ? പിന്നെ ഷബാസ് ഖാനും 14 റൺസ്, പിന്നെ നവാസ് 4, അഷറഫ് 10, പിന്നീട് അഫ്രീദി. ഈ പറയുന്ന കുൻഫു പാണ്ഡ്യയുടെ ഒരു ഓവറിൽ ലാസ്റ്റ് ഓവറിൽ ഒരു കേച്ച് ഇഷാൻ കിഷൻ കളഞ്ഞു.
അടുത്ത കേച്ച് നമ്മുടെ യവൻ കളഞ്ഞു, ആര് മറ്റേ കുൽദീപ് യാദവ് കളഞ്ഞു. ഇഷാൻ മറ്റേ യവൻ പറഞ്ഞോ പാണ്ഡ്യ വെറുതെ അവിടെ കളഞ്ഞു, വെറുതെ എന്തരട്ടെ. എന്നിട്ട് അവൻ തന്നെ ആ ഓവർ ബൗൾഡാക്കി വിട്ടു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് യുവനെ നാണം കെടുത്തിയേ വിട്ടത് കേട്ടോ. സൂര്യ സത്യം പറഞ്ഞാൽ നാണം കെടുത്തി വിട്ടിട്ടുണ്ട്. കാരണം തിലക് വർമ്മയെ കൊണ്ട് എറിയിപ്പിച്ചു, തിലക് വർമ്മ വിക്കറ്റും കിട്ടി, തിലക് വർമ്മ 2 കേച്ച് കളഞ്ഞു, 8 കേച്ച് കളഞ്ഞു കേട്ടോ. എന്നിട്ട് വെങ്കോസ് ഇതിനെ കൊണ്ട് എറിയിപ്പിച്ചു, നാണം കെടുത്തി. നമ്മളെ നീയൊക്കെ ഇനി എത്ര വെള്ളത്തിൽ കുളിച്ചാലും ഈ നാണക്കേട് മാറില്ല. അത്രയ്ക്ക് തന്നെയൊക്കെ നാണം കെടുത്തി. പണ്ടൊക്കെയാണെങ്കിൽ നീക്ക് ഒരുവിധ ഫൈറ്റെങ്കിലും ചെയ്തിരിക്കുന്നു. ഇത് 3 കളി കളിച്ചാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വിഞ്ഞായിരുന്നു, ഈസിയസ്റ്റ് ആയിട്ടുള്ള പിന്നെ വിജയമായിരുന്നു ഇന്ത്യക്ക്. അവരെ വിക്കറ്റ് വീഴ്ചയാണ് വിറ്റ് കേട്ടോ. 0-1, അടുത്ത 6-2, അടുത്ത 13-3, 34-4, പിന്നെ 73-5, അത് മാത്രമുണ്ട്. പിന്നെ 78-6, 78-7, 97-8, 97-9, പിന്നെ 114-10. സത്യം പറഞ്ഞാൽ 100 കടക്കില്ലായിരുന്നു. 100 കടക്കില്ലായിരുന്നു. ബുംറയെയോ അപ്പോഴേ ഈ പറയുന്ന വരുൺ ചക്രവർത്തി ആരെയും കൂടെ 100 കടക്കില്ലായിരുന്നു. പിന്നെ കുൻഫു പാണ്ഡ്യ പാവസം എന്ന് വെച്ചാൽ അവന് പ്രാന്താണ്. ഒന്ന് ബാറ്റിംഗ് അല്ലെങ്കിൽ ബൗളിംഗ്, അവൻ എന്തെങ്കിലും ചെയ്തിരിക്കും. പാണ്ഡ്യ വെറും 3 ഓവർ 2 വിക്കറ്റ് തള്ളിയിട്ട് ഫസ്റ്റ് വിക്കറ്റ് അവനാണ് തള്ളിയിട്ട് 16 റൺസ്. പക്ഷേ ഇവരൊക്കെ വിക്കറ്റ് പോയിട്ട് ഇന്ത്യ വലിയതായിട്ട് ആഹ്ലാദിച്ചൊന്നുമില്ലേ. കല്ല് പോലെ ഇതൊക്കെ ചീല കേസുകൾ എന്നുള്ള രീതിയിലാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾ എല്ലാവരും ഓപ്പണിംഗ് അവന്മാരൊക്കെ വിക്കറ്റ് പോയപ്പോഴും ക്യാപ്റ്റൻ ആയിക്കോട്ടെ എല്ലാവരും കൂളായിട്ട് ശരി ഇത്ര ഒരു അട്ടഹാസവും ഇല്ല, ഒന്നുമില്ല, പോടാ കൊച്ചി ചെറുക്കാ പോ എന്നുള്ള രീതിയിലായിരുന്നു. ബുംറ 2 ഓവർ എറിഞ്ഞുള്ളൂ, 17 റൺസ് വിട്ടു കൊടുത്തുകൊണ്ട് 2 വിക്കറ്റ് തള്ളിയിട്ടുണ്ട് ബുംറ. ഇനി അവന്റെ 2 ഓവർ ഇടണം. പട്ടേല് 2 വിക്കറ്റ് തള്ളിയിട്ടു. വരുൺ ചക്രവർത്തി സൂപ്പറായിട്ട് എറിഞ്ഞു, 3 ഓവറിൽ 2 വിക്കറ്റ് കേട്ടോ. വരുൺ ചക്രവർത്തി ഹാർട്ടിക്ക് നഷ്ടപ്പെട്ടു. കുൽദീപ് യാദവ് 1 റണ്ണ്, 1 വിക്കറ്റ്, തിലക് വർമ്മ 1 വിക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അർഷദീപ് സിംഗിനെ മാറ്റിക്കൊണ്ടിരുന്ന കുൽദീപ് യാദവിനെ ഇറക്കി എന്നുള്ളൊരു മാറ്റമാണ്. പിന്നെ സഞ്ജു സാംസന് പകരം നമ്മുടെ അഭിഷേക് ശർമ്മയും വന്നു. എന്നാലും തങ്കത്തിനിടെ പങ്കം പാകിസ്ഥാൻ തോറ്റ് തൊപ്പിയിട്ട് തുന്നം പടിഞ്ഞ് മേലാല് ഇന്ത്യയായിട്ട് മറ്റേ ഇന്ത്യ തോപ്പിച്ചുള്ളെന്ന് പറയില്ല. നാണോ മാനോ ഉണ്ടെങ്കിൽ പറയരുത്. നീയൊക്കെ വേസ്റ്റ് ആണ്. ഇന്ത്യ നിങ്ങൾ ഒരു തേങ്ങയല്ല, നീയൊക്കെ വെറും വേസ്റ്റ്.